ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ ഒരു സൺഡേ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ആശംസിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. രാവിലെ തന്നെ ഇതാ എഴുന്നേറ്റു കേട്ടോ. 5 മണിക്ക് എഴുന്നേറ്റു. രാവിലെ തന്നെ കഴിക്കാനായിട്ട് ഞാൻ വെച്ചത് ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും ചായയാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും കഴിച്ചിട്ടാണ് ഞങ്ങൾ പള്ളിയിലോട്ട് പോയത്. ചേട്ടൻ ആ സമയത്ത് ഫ്രഷ് ആവാൻ വേണ്ടി പോയി. ആ സമയത്ത് ഞാൻ തന്നെയാണ് ചായയൊക്കെ ഇട്ട് ബ്രെഡും ഒക്കെ ആക്കി വെച്ച് കേട്ടോ. എനിക്ക് 2 ചേട്ടൻ 2 അത്രേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം രാവിലെയും കൂടെ ആയതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ ഇച്ചിരി മടിയാണല്ലോ. പിന്നെ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും ചില വിശപ്പ് തുടങ്ങും ചെറുതായിട്ട്. അതുകൊണ്ടാണ് ഇപ്പോഴേ ചെറുതായിട്ട് ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചായ ഇടുവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പള്ളി കഴിഞ്ഞിട്ടൊരു കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വഴിയെ വീഡിയോ തന്നെ കാണാം. പിന്നെ ഇന്ന് നമ്മളെ പള്ളിയിൽ ബിരിയാണി ചലഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാനുണ്ടായിരുന്നു പള്ളിയിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. അത് വന്നിട്ട് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. എത്ര രാവിലെ ആയാലും രാത്രി ആയിരുന്നാലും ചൂടിന് ഒരു കുറവുമില്ല കേട്ടോ. പല്ല് തേച്ചിട്ട് വന്നിട്ട് എങ്കിൽ പോലും വിയർത്ത് കുളിച്ചാണ് വന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മേല് കഴുകിയിട്ടാണ് പോയത് കേട്ടോ. തല കുളിച്ചില്ല ഞാൻ, കാരണം എനിക്ക് ജലദോഷം ചെറുതായിട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്, തല വിയർത്തിട്ട്. അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ കുളിച്ചില്ല കേട്ടോ. പള്ളിയിൽ പോകുമ്പം നമുക്ക് തലയിൽ ഒരു ഷോളൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. അപ്പം ആ ഒരു തല അപ്പോഴും കൂടെ വിയർത്ത് ഇനി ഒരു അസുഖം വരണ്ട എന്ന് കരുതിയിട്ട് ഞാൻ രാവിലെ തന്നെ തല കുളിച്ചില്ല. മേലൊക്കെ കുളിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരുടെ പള്ളിയിലോട്ട് പോവാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ചേട്ടൻ ഓറഞ്ച് കളർ ഷർട്ടും ഞാൻ ഓറഞ്ച് കളർ പാൻറ്റും ഷോളും ഒരു കറുത്ത ഡ്രസ്സുമാണ് കേട്ടോ ഇട്ടത്. ഒരു ചേട്ടൻ ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും 2 റൂമിൽ നിന്നാണ് മാറി. പക്ഷേ വന്നപ്പോഴത്തേക്ക് രണ്ടുപേരും ഒരേപോലെയായി കേട്ടോ. അങ്ങനെ പിന്നെ ആരാധനയൊക്കെ കഴിഞ്ഞു. പള്ളിയിൽ നിന്ന് തന്നെ കട്ടനും കേക്കും ഒക്കെ കഴിച്ചു. സൺഡേ സ്കൂൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൺഡേ സ്കൂളിൽ നിന്ന് എക്സാമാണ്. അപ്പോൾ 1.5 മണിക്കൂറോളം അവിടെ ഒരു ക്ലാസ്സും പിള്ളേർക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വീട്ടിൽ വൈകുന്നേരത്തെ എടുത്ത വീഡിയോ കേട്ടോ. അത് മാറിപ്പോയി പോസ്റ്റ് ആയതാണ്. പള്ളിയിൽ നിന്ന് നേരെ വന്നത് മരിച്ചിനി വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ബീഫ് ചേട്ടൻ ഞങ്ങൾ ക്ലാസ് ആയ സമയത്ത് ചേട്ടൻ പോയി ബീഫ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി മരിച്ചിനിയും ബീഫും ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് പള്ളിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. എനിക്ക് ഒരെണ്ണം ചേട്ടൻ ഒരെണ്ണം. അപ്പോൾ ഞാൻ പകുതി കഴിച്ചു, ചേട്ടൻ ഫുള്ള് കഴിച്ചു കേട്ടോ. എനിക്ക് പകുതി കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. ഇനി കല്യാണത്തിനും കൂടെ പോകാനുള്ളതല്ലേ, അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതൊരെണ്ണം മാറ്റി വെച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മുമ്പൊക്കെ വാങ്ങിക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ അതും കഴിച്ചിട്ട് പെട്ടെന്ന് ഒരുങ്ങി തന്നെ ഞാനും ചേട്ടനും കൂടെ കല്യാണത്തിനായിട്ട് പോയി കേട്ടോ. കല്യാണത്തിന് പോകുന്നത് എൻ്റെ ഇവിടെ TTCക്ക് ഒക്കെ പഠിച്ച റോഷ്മയുടെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ എന്നെക്കാളും നല്ല ഇളയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ TTCക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ ഞങ്ങൾ 2 പേരായിരുന്നു ഇച്ചിരി പ്രായം ഉണ്ടായിരുന്നത്. ഞാനും പ്രിൻസിയായിരുന്നു. ബാക്കി എല്ലാവരും +2 കഴിഞ്ഞൊക്കെ വന്ന കുട്ടികളായിരുന്നു കേട്ടോ കൂടുതൽ. അപ്പോൾ ഇതും അതുപോലെയാണ്. ഇവിടെ ഇംഗ്ലീഷ് മീഡിയം, ഞാൻ മലയാളം മീഡിയമാണ് പഠിച്ചത്. പക്ഷേ നമ്മൾ ഇന്റേൺഷിപ്പിനും ട്രെയിനിങ്ങിനൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു 2 വർഷം പോയത്. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പും അവളോടായാലും അവളെ വീട്ടുകാരുടെ അടുത്തായിരുന്നാലും നല്ലൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ കല്യാണം വിളിച്ചപ്പോഴും ഞങ്ങൾ അങ്ങനെ പോകാനുണ്ടായി കേട്ടോ. അപ്പോൾ 1-2 പേര് മുമ്പും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിന് എന്തായാലും ഒരു സൗകര്യം കിട്ടിയപ്പോൾ ഞങ്ങൾ പോയി കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് കുഞ്ഞുങ്ങൾക്കുള്ള പാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് നേരം നിന്നു ചേട്ടന്. പിന്നീട് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തിട്ട് വന്നു. പിന്നെ എൻ്റെ അനിയത്തിയുടെ വീട് വരെ ഒന്ന് പോയി കേട്ടോ. ദീപ്തിയുടെ വീട് അവിടെ അടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവളെയും പിള്ളേരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെയും പോയിട്ട് നേരെ നെല്ലിമൂട് ജംഗ്ഷനിൽ വന്നപ്പോഴത്തേക്ക് ഒരു ജ്യൂസ് കുടിക്കണമെന്ന് ചേട്ടന് തോന്നി പോയി കേട്ടോ. പക്ഷേ എനിക്ക് ഒട്ടും വേണ്ട, എനിക്കൊരു കരിക്ക് വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ പൈനാപ്പിൾ ജ്യൂസ് കിട്ടി, അത് കുടിച്ചു കേട്ടോ. അതും ഒരു 2 പ്രാവശ്യം ഇങ്ങനെ കുടിച്ചപ്പോൾ തന്നെ എനിക്ക് പിന്നെ ഒട്ടും കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എൻ്റെ വയറൊക്കെ ആകെ നിറഞ്ഞു. കാരണം അപ്പോൾ ഊണ് കഴിച്ചിട്ട് മനുഷ്യരുടെ വീട്ടിൽ പോയിട്ട് പോലെ ഞാൻ അവിടെ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നല്ലപോലെ വയറ് നിറഞ്ഞിരുന്നത് കൊണ്ട് ഞാനൊന്നും കഴിച്ചില്ല. പക്ഷേ ഈ ജ്യൂസ് കുടിച്ചപ്പോൾ എനിക്ക് ആകെ പണി കിട്ടി. ഞാൻ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് വീട്ടിൽ വന്ന് കിടന്നാൽ മതി എന്നായിപ്പോയി. അങ്ങനെ പെട്ടെന്ന് തന്നെ വീട്ടിൽ കുറച്ച് നേരം വന്ന് കിടന്നതിന് ശേഷം പിന്നെ പള്ളിയിൽ എക്സാമിന് വേണ്ടിയിട്ട് പോയി കേട്ടോ. അപ്പോൾ ഇന്ന് പള്ളിയിൽ പിള്ളേർക്ക് എക്സാം ആയിരുന്നു. പക്ഷേ എബി ഉണ്ടായിരുന്നില്ല. ഇനി അവന് അടുത്ത ഞായറാഴ്ച എക്സാം എഴുതിക്കോ ഇല്ലെന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ മറന്നുപോയി. 19-ാം തീയതി ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ 12-ാം തീയതി ആയിരുന്നു അവിടെ എക്സാം. 19-ാം തീയതി വെളിനൂർ പള്ളിയിലായിരുന്നു കേട്ടോ എക്സാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുടുംബശ്രീക്കാണ് വന്നത് കേട്ടോ. കുടുംബശ്രീയുടെ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ സ്നേഹ കപ്പ ബിരിയാണി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതും കഴിച്ചു. കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ എൻ്റെ കാലിൽ വിരലെല്ലാം കൂടെ കയറി തണുത്തിട്ട് കുരുങ്ങി പിടിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ടൈൽസിലായിരുന്നു ഇരുന്നത്. പിന്നെ ഇച്ചിരി നല്ല ചൂട് കൊടുത്തു, മെഴുകുതിരിയൊക്കെ കത്തിച്ച് നല്ലപോലെ ചൂടൊക്കെ കൊടുത്ത സമയത്ത് അതങ്ങ് മാറി കേട്ടോ. പിന്നെ സന്ധ്യ ആയപ്പോഴത്തേക്ക് ചേട്ടൻ വിളിക്കാൻ വന്നു. വീട്ടിൽ വന്നു ഒരിക്കൽ കൂടെ ചായയൊക്കെ ഇട്ട് കുടിച്ചു കേട്ടോ വൈകുന്നേരത്ത്.
അപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. കുളിച്ചിട്ട് ഉടൻ പോയി അങ്ങ് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനും വീട്ടിൽ ബീഫും കപ്പയൊക്കെ വെച്ച് കേട്ടോ. എപ്പോഴത്തെ എൻ്റെ ഒരു ഇഷ്ട വിഭവമാണ് ഇങ്ങനെ ബീഫ് ആയാലും ചിക്കനെ വേവിച്ചിട്ട് കുറച്ചെടുത്ത് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2 പീസ് എടുത്തു. എനിക്ക് ഒരെണ്ണം ചേട്ടന് ഒരെണ്ണമായിട്ട് എടുത്തു. ഞങ്ങൾ കഴിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര പണ്ട് തൊട്ടേ അമ്മ അങ്ങനെ തരുമായിരുന്നു കേട്ടോ. അത് ആ ഒരു ശീലം എനിക്കിപ്പോഴും ഉണ്ട്. ബീഫ് വേവിക്കുമ്പോഴത്തേക്കും 2 3 കഷ്ണം എടുത്ത് വെച്ച് ഇങ്ങനെ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടനും കൊടുക്കുകയും എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഞാനും ചേട്ടനും കൂടെ അതുമൊക്കെ കഴിച്ചിട്ട് പിന്നീട് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് ജോലി അല്ലാതെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിച്ചിട്ട് ബാക്കി കുളിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചാൽ വളരെ നല്ലൊരു ദിവസമായിരുന്നു. പക്ഷേ എനിക്ക് എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട്. ഇനി അതെന്താവുമെന്ന് അറിയില്ല. ഇനി അടുത്ത ആഴ്ച അറിയാവൂ എക്സാമിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ എന്തായാലും ഈ അടുത്ത ശനിയാഴ്ച വീട്ടിൽ നിന്ന് അവനെ വിളിച്ചുകൊണ്ട് വരണം. എങ്കിൽ മാത്രമേ ഞായറാഴ്ച പള്ളിയിൽ പോകാനും എക്സാം എഴുതാനും ഒക്കെ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. കല്യാണ വ്ളോഗ്, സൺഡേ വ്ളോഗ്, പിന്നെ പള്ളിയിൽ പോകുന്ന വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ഒരു വ്ളോഗിനെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞങ്ങളിപ്പോൾ ഹോളിലാണ് കിടക്കുന്നത് കേട്ടോ. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. സിനിമയൊക്കെ കണ്ട് ഞങ്ങൾ 2 പേരുടെ ഹോളിലാണ് കിടക്കുന്നത് കേട്ടോ. ഇപ്പോൾ വീട്ടിൽ ആരും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ട്. അപ്പോൾ അങ്ങനെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.